അധ്യായം 3. തിബേരിയൂസ് സീസറിന്റെ 15-ാം ഭരണവർഷം പൊന്തിയൂസ് പിലാത്തോസ് യൂദയായുടെ ദേശാധിപതി, ഹെരോദസ് ഗലീലിയുടെയും അവന്റെ സഹോദരൻ ഫിലിപ്പോസ് ഇത്തൂറിയൻ ത്രാക്കോണിത്തിസ് പ്രദേശങ്ങളിലെയും ലിസാനിയോസ് അബിലേനയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യഫാസും പ്രധാന പുരോഹിതന്മാരുമായിരിക്കും. സഖറിയായുടെ പുത്രനായ യോഹന്നാൻ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം, കർത്താവിന്റെ വഴി വഴി, അവന്റെ പാത നേരെയാകും. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുപരുത്തവ മൃദുവാക്കപ്പെടും. സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും. ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തന്റെ അടുത്തേക്ക് വന്നിരുന്ന ജനക്കൂട്ടങ്ങളോട് അവൻ ചോദിച്ചു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്നോടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാ? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കാൻ. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിൽ കോടാലി വെക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവൻ പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാനില്ല. അവരും അവരോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കുക. പടയാളികൾ അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. വ്യാജമായ കുറ്റാരോപണവും അരുത്. വേദന കൊണ്ട് തൃപ്തിപ്പെടണം. പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ മറ്റു പല ഉദ്ബോധനങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു. യോഹന്നാൻ ഹെരോദസ് രാജാവിനെ അവന്റെ സഹോദര ഭാര്യയായ ഹേറോദിയാദിനെ അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു. തൽഫലമായി ഹേറോദീസ് യോഹന്നാനെ കാരാഗൃഹത്തിലടച്ചു. അങ്ങനെ തന്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിച്ചു. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിനാൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായി. അവൻ ജോസഫിന്റെ മകനാണെന്ന് കരുതപ്പെടുന്നു. ജോസഫ് ഹേലിയുടെ പുത്രനായ ഹേലി മത്താത്തിന്റെയും, മത്താത്ത് ലേവിയുടെയും, ലേവി മെൽക്കിയുടെയും, മെൽക്കി യാമിയുടെയും, യാമ്യ ജോസഫിന്റെയും പുത്രൻ. ജോസഫ് മത്താത്തിയായുടെയും, മത്താത്തിയ ആമോസിന്റെയും, ആമോസ് നാവൂമിന്റെയും, നാവും ഹെസ്ലിയുടെയും, ഹെസ്ലി നഗ്ഗായിയുടെയും പുത്രൻ. നഗ്ഗായി മാത്തിന്റെയും, മാത്ത മത്താത്തിയായുടെയും,
മത്താത്തിയ സെമയിന്റെയും, സെമയിൻ യോസെഫിന്റെയും, യോസെഫ് യോദായുടെയും, യോദ യോഹന്നാന്റെയും, യോഹന്നാൻ റേസായുടെയും, റേസ സെറുബാബേലിന്റെയും, സെറുബാബേൽ സലാത്തിയേലിന്റെയും, സലാത്തിയേൽ നേരിയുടെയും പുത്രൻ, നേരി മെൽക്കിയുടെയും, മെൽക്കി അദ്ദിയുടെയും, അദ്ദി കോസാമിന്റെയും, കോസാം എൽമാദാമിന്റെയും, എൽമാദാം ഏറിന്റെയും പുത്രൻ, ഏർ ജോഷുവയുടെയും, ജോഷുവ എലിയേസറിന്റെയും, എലിയേസർ യോറീമിന്റെയും, യോറീം മത്താത്തിന്റെയും, മത്താത്ത് ലേവിയുടെയും പുത്രൻ, ലേവി ശിമെയോന്റെയും, ശിമെയോൻ യൂദായുടെയും, യൂദാ ജോസഫിന്റെയും, ജോസഫ് യോനാമിന്റെയും, യോനാം എലിയാക്കീമിന്റെയും പുത്രൻ, എലിയാക്കീം മെലയായുടെയും, മെലയ മെന്നായുടെയും, മെന്ന മത്താത്തായുടെയും, മത്താത്ത നാഥാന്റെയും, നാഥാൻ ദാവീദിന്റെയും പുത്രൻ, ദാവീദ് ജസ്സയുടെയും, ജസ്സെ ഓബദിന്റെയും, ഓബദ് ബോവാസിന്റെയും, ബോവാസ് സാലായുടെയും, സാല നഹശോന്റെയും പുത്രൻ, നഹശോൻ അമീനാദാബിന്റെയും, അമീനാദാബ് അത്മിന്റെയും, അത്മിൻ അർണിയുടെയും, അർണി ഹെസ്രോന്റെയും, ഹെസ്രോൻ പേരസിന്റെയും, പേരസ് യൂദായുടെയും, യൂദാ യാക്കോബിന്റെയും, യാക്കോബ് ഇസഹാക്കിന്റെയും, ഇസഹാക്ക് അബ്രഹാത്തിന്റെയും, അബ്രഹാം തേരായുടെയും, തേര നാഹാന്റെയും, നാഹാം സെറൂഹിന്റെയും, സെറൂഹ് റബുവിന്റെയും, റബ് പേലഗിന്റെയും, പേലഗ് ഏബറിന്റെയും, ഏബർ ഷേലായുടെയും, ഷേല കൈനാനിന്റെയും, കൈനാൻ അർഫക്സാദിന്റെയും, അർഫക്സാദ് ഷേമിന്റെയും, ഷേം നോഹിന്റെയും, നോഹ ലാമക്കിന്റെയും, ലാം മെത്തുസെലഹിന്റെയും, മെത്തുസെലഹ് ഹേനോക്കിന്റെയും, ഹേനോക്ക് യാരേലിന്റെയും, യാരേൽ മഹലേലിന്റെയും, മഹലേൽ കൈനാന്റെയും പുത്രൻ, കൈനാൻ ഏനോസിന്റെയും, ഏനോസ് സേത്തിന്റെയും, സേത്ത് ആദാമിന്റെയും പുത്രനായിരുന്നു, ആദം ദൈവത്തിന്റേതുമായി.